നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ജ്യോതിഷവിധിയിലെ 4ാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഈ വാരം നമുക്ക് വടക്കാഞ്ചേരിയിൽ നിന്നുമാണ് എഴുത്ത് വന്നിരിക്കുന്നത്. ജ്യോതിഷവിധി സ്ഥിരമായി കാണുന്നയാളാണ് ഞാൻ. എൻ്റെ മകൻ്റെ ജാതകം ജ്യോതിഷവിധിയിലൂടെ പറഞ്ഞു തരണം. മോനിപ്പോൾ നല്ലൊരു ജോലിയുണ്ട്. കല്യാണ കാര്യത്തിനെക്കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. വിവാഹത്തിന് പറ്റിയ സമയമാണോ ഇപ്പോൾ എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത്. അതിനുള്ള ആരംഭം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 1998 ജൂലൈ മാസം 23-ാം തീയതി വ്യാഴാഴ്ച കാലത്ത് 10 മണിക്ക് പുണർദം നക്ഷത്രം 4-ാം പാദത്തിലാണ് ജനിച്ചിരിക്കുന്നത്. 25 വയസ്സ് കഴിഞ്ഞ് 2 മാസം 26 ദിവസമായി. ജാതകവശാൽ ഒരുപാട് നല്ല ഭാഗ്യയോഗങ്ങളുള്ള ജാതകമാണ്. പഞ്ചമഹാപുരുഷ യോഗത്തിലൊരു യോഗമായിരിക്കുന്ന ഹംസമഹായോഗം, ദുരിതുരായോഗം, അതുപോലെ തന്നെ ഉഭയചരി യോഗം തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭങ്ങളായിരിക്കുന്ന രാജയോഗങ്ങളെല്ലാം തന്നെ ജാതകത്തിലുണ്ട്. 2019 സെപ്റ്റംബർ മാസം മുതലൊക്കെയായിട്ട് ബുധദശാകാലാണ് ജാതകത്തിൽ. 2036 സെപ്റ്റംബർ വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം വരേക്ക് ബുധൻ്റെ ദശാകാലാണ്. ബുധദശാകാലം അനുകൂലമായിട്ടുള്ള സമയത്തിലായിട്ടാണ് പൊതുവെ പറയാം. ലഗ്നാധിപതിയും കർമ്മസ്ഥാനാധിപതിയായിരിക്കുന്ന ബുധനാണ്. പക്ഷേ 12-ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുന്ന ബുധനായിരിക്കുന്നതുകൊണ്ട് ചെറിയ രീതിയിൽ പ്രയാസങ്ങൾ ഈ ബുധദശാകാലത്തിൽ അനുഭവമാകാം. അതിന് ദശാനാഥനായിരിക്കുന്ന ബുധനെ അനുകൂലമാക്കുന്ന പ്രതിവിധികൾ ചെയ്യുന്നത് നന്നായിരിക്കും. സ്ഥിരേതു ഭവനി ദ്വേഷ ഗോപാലക എന്നാണ്. സ്ഥിരരാശിയിൽ നിൽക്കുന്ന ബുധനായിരിക്കുന്നത് കൊണ്ട് തന്നെ ഗോപാലകൻ അഥവാ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുന്ന വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യാം. ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ ദർശനം നടത്താം. അതെല്ലാം ചെയ്യാം. ഒപ്പം തന്നെ സമ്മോഹന യന്ത്രം ദേഹരക്ഷയായിട്ട് കഴുത്തിൽ ലോക്കറ്റിലായിട്ട് ധരിക്കുന്നത് ബുധദശാകാലത്തിൽ ഏറെ ഗുണകരമാണ്. ബുധദശയിൽ ഇപ്പോൾ 2023 ഫെബ്രുവരി മാസം മുതലൊക്കെയായിട്ട് ശുക്രൻ്റെ അപഹാരമാണ്. 2025 ഡിസംബർ വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം വരേക്ക് ശുക്രാപഹാര സമയമാണ്. ഭാഗ്യാധിപതി കൂടിയായിരിക്കുന്ന ശുക്രൻ ബുധൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 11-ാം ഭാവത്തിലായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് ഇപ്പോഴുള്ള സമയം പറയുന്നത്. വിവാഹപരമായിരിക്കുന്ന കാര്യങ്ങൾക്കും ഏറ്റവും ശ്രേയസ്കരമായിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ടാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജാതകവശാൽ ശുദ്ധജാതകമാണ്. അപ്പോൾ ശുദ്ധജാതകം തന്നെ ഇതിനോട് കൂടിയിട്ട് യോജിപ്പിക്കുകയാണെങ്കിൽ അത് കുറേ കൂടി ഉത്തമമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിവാഹത്തിന് പ്രത്യേകിച്ച് തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും വിവാഹാദി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ജാതകപ്രകാരമുള്ളതായിരിക്കുന്ന ചെറിയ രീതിയിലുള്ള ദോഷവശങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് സമ്മോഹനയന്ത്രം ധരിക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഗുണകരമാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം KP ശ്രീവാസ്തവ്, പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447320192. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.